അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. റഫീഖ് സലഫി, താങ്കളോട് ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹലാലാണ് ജ്യൂസ്. കാസിം ഉസ്താദ് പറഞ്ഞ ജ്യൂസ് ആദ്യകാലത്തില്ല, പിന്നീടുണ്ടായ ജ്യൂസ്, ജൂതന്മാരുണ്ടാക്കിയ ജ്യൂസ്, അത് ഹലാലാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിന് വല്ല ആയത്തോ ഹദീസോ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറയാനാണ്, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഹലാലല്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ഹലാലാണ് എന്നുള്ളതിന് ആയത്തോ ഹദീസോ തെളിവുണ്ടെങ്കിൽ നിങ്ങളത് ഉദ്ധരിക്കണം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക, അല്ലെങ്കിൽ ഇല്ല എന്നാണ്. അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഗുലുമാൽ ഉണ്ടാക്കാമെന്ന് വരുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, മിഠായി കൊടുക്കാൻ പാടില്ല സ്കൂളിൽ ബർത്ത്ഡേൻ്റെ അന്ന്. കാരണം എന്തേ? അത് ജൂതന്മാരുണ്ടാക്കിയ പരിപാടിയാണ്, പാശ്ചാത്യ സംസ്കാരമാണ്, എന്നാൽ അത് പാടില്ല. പക്ഷേ ജ്യൂസ്, അത് കാസിം ഉസ്താദ് പറഞ്ഞു അത് ജൂതന്മാരുണ്ടാക്കിയതാണ്, അത് കുടിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ എതിർത്തു. മിഠായി കൊടുക്കാൻ പാടില്ല എന്നും ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയതാണെങ്കിലും കുടിക്കാൻ പാടുണ്ട് എന്നും, ജൂതന്മാരുണ്ടാക്കിയത് കൊണ്ട് മിഠായി കൊടുക്കാൻ പാടില്ല എന്നും, ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടല്ലോ. തമ്മിലുള്ള മാറ്റം എന്താണ്? പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായ ഒരു വിശ്വാസമോ ആചാരമൊന്നും അല്ല എന്നാണ്. അതുകൊണ്ടാണ് ജ്യൂസ് കുടിക്കാൻ പറ്റും നമ്മൾ പറയുന്നത്. പക്ഷേ ബർത്ത്ഡേ അങ്ങനെയല്ല, അത് മതപരമായ ചില വിശ്വാസങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ്. എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, മുഹറം 10 അന്ന് ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നു, അത് അവരുടെ വിശ്വാസപരമായ ആചാരമാണ്. അതേ ദിവസത്തിൽ അന്ന് ഒരാൾ 10 അന്ന് മാത്രം, 9 അന്നും നോമ്പനുഷ്ഠിക്കാതെ 10 അന്ന് നോമ്പനുഷ്ഠിച്ചാൽ അത് തെറ്റാണോ? അത് ശരിയല്ലേ? അത് തെറ്റാണോ എന്നാണ് അടുത്ത ചോദ്യം. നാലാമത്തെ ചോദ്യം, ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ പറയാനുണ്ടാവുക, അത് 10 അന്ന് മാത്രമല്ല, അവരോട് എതിരാകാൻ വേണ്ടി 9 അന്ന് നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുണ്ടല്ലോ എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബർത്ത്ഡേയുടെ തലേ ദിവസം വീട്ടിലും അയൽപക്കത്തും മിഠായി കൊടുക്കുക, ബർത്ത്ഡേൻ്റെ അന്ന് സ്കൂളിലും കൊടുക്കുക, എന്ന പ്രശ്നം തീരുമോ ഇല്ലയോ? മറുപടി നിങ്ങൾ പറയണം.